രാഹുലിൻ്റെ പ്രസംഗം റിപ്പോർട്ട് ചെയ്യുന്ന പേജ് പാരഗ്രാഫ്, തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ പ്രവർത്തനത്തിൽ നമ്മൾ തൃപ്തരല്ല. BJPക്കും RSSനും എതിരെ മാത്രമാണ് നമ്മുടെ പോരാട്ടമെന്ന് കരുതരുത്. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ പ്രവർത്തനം തൃപ്തരല്ല, കാരണം ജനങ്ങൾ വോട്ട് ചെയ്ത് ഇവരെ തോൽപ്പിക്കുകയാണല്ലോ. BJPക്കും RSSനും എതിരെ മാത്രമാണ് നമ്മുടെ പോരാട്ടമെന്ന് കരുതരുത്. അവർ നമ്മുടെ എല്ലാ സ്ഥാപനങ്ങളും പിടിച്ചെടുത്ത് കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ രാവിലെ RSSകാരും BJPക്കാരും വന്നിട്ട് ആദ്യമേ പോസ്റ്റ് ഓഫീസിലോട്ട് കയറും, പോസ്റ്റ് ഓഫീസ് പിടിച്ചെടുക്കും, പാർലമെൻറ്റിലോട്ട് കയറും, പാർലമെൻറ്റ് പിടിച്ചെടുക്കും. അങ്ങനെയാണോ സംഭവിക്കുന്നത്? അല്ലല്ലോ, തെരഞ്ഞെടുപ്പിലൂടെയാണ് പിടിച്ചെടുത്തത്. അതെ, സർക്കാർ കിട്ടിക്കഴിഞ്ഞപ്പോൾ പിന്നെ സർക്കാർ വിവിധ സ്ഥാപനങ്ങളിൽ സർക്കാർ നിയമനങ്ങൾ നടത്തും. അങ്ങനെയല്ലേ? സാഹിത്യ അക്കാദമിയിൽ പിണറായി വിജയൻ്റെ അധികാരത്തിൽ വന്ന സാഹിത്യ അക്കാദമിയിൽ പിണറായി വിജയൻ്റെ ആളെ വെക്കും. പക്ഷേ നരേന്ദ്രമോദി കേന്ദ്ര സാഹിത്യ അക്കാദമിയിൽ കഴിഞ്ഞ 10 വർഷമായിട്ടും ഒരു BJPക്കാരനെയും വെച്ചിട്ടില്ല. അതുകൊണ്ടാണ് കങ്കണ റണാവട്ട് എന്ന് പറയുന്ന MP അവരഭിനയിച്ച് അവർ സംവിധാനം ചെയ്യുന്ന ഒരു സിനിമയുണ്ട്, എമർജൻസി. അത് ഇതുവരെ സെൻസർ ബോർഡ് അംഗീകാരം കൊടുത്തിട്ടില്ല. കാരണം സെൻസർ ബോർഡിൻ്റെ തലപ്പത്തിരിക്കുന്നത് അന്തം കമ്പികളാണ്. അവരെ പോലും നരേന്ദ്രമോദി മാറ്റിയിട്ടില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.